കുഞ്ഞു നമ്മളെങ്ങനെ പോണേ? ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമ്മൾ കാത്തിരുന്നിട്ട് കുഞ്ഞുട്ടിൻ്റെ മുട്ട അടിക്കാൻ പോവുകയാണ്. പഴനിക്കാണ് പോണത്. അപ്പോൾ ഇതെൻ്റെ വല്യമ്മയാണ്. അപ്പോൾ അമ്മമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മയും എൻ്റെ ബ്രദറും ഞങ്ങളുമാണ് പോകുന്നത്. പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ അവിടെ നിന്ന് വരും. അപ്പോൾ നമ്മളിവിടുന്ന് തലേന്ന് രാത്രിയായിട്ട് റെഡി ആവുകയാണ്. അപ്പോൾ നമ്മളിവിടുന്ന് ഒരു 7-8 മണി ആ ഒരു സമയത്തോട് കൂടിയിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ അങ്ങനെ ഇറങ്ങി കുഞ്ഞുട്ടിൻ്റെ മുട്ടടിക്കാൻ പോകാൻ മുടിയൊക്കെ കളയൊരു വിഷമമുണ്ട്. അപ്പോൾ നമ്മൾ വേറെ വീഡിയോസൊന്നും എടുത്തില്ല രാത്രി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മളിവിടെ പഴനിയിൽ എത്തിയപ്പോഴാണ് പിന്നെ വീഡിയോസൊക്കെ എടുത്തത്. അപ്പോൾ പഴനിമലയാണ് നേരത്തെ അവിടെ കണ്ടത്. നമ്മളിവിടെ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അമൃതം എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ. നമ്മളിവിടെ ഒരു 11 മണിയോട് കൂടി എത്തി. അപ്പോൾ വന്നവിടെ കുഞ്ഞോട്ടിന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിൽ കയറി നൈറ്റ് അവിടെ സ്റ്റേ ചെയ്തിട്ട് മോർണിംഗ് നമ്മൾ റെഡി ആവാനുണ്ടായത്. അപ്പോൾ മോർണിംഗിൽ വ്യൂ ആണിത്. അപ്പോൾ ഞങ്ങൾ റെഡിയായി. ഞാനൊരു ധാവണിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉണ്ണീനെ എനിപ്പിച്ച് അങ്ങനെ തന്നെ ഫ്രഷ് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുപോവാണ്. അപ്പോൾ കുളിപ്പിച്ചൊന്നുമില്ല. നമ്മളവിടെ പോയിട്ട് ആദ്യം മുടി വെട്ടിയതിന് ശേഷം കുളിച്ചിട്ട് അങ്ങോട്ട് അമ്പലത്തിൽ കയറാനായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ ആളെന്നെ അങ്ങോട്ട് എടുത്ത് ഡ്രസ്സൊക്കെ മാറ്റി കൊണ്ടുപോവാണ്. ചെറിയൊരു വിഷമമുണ്ട് അവനെ മുടിയില്ലാണ്ട് ഇനി കാണണ്ടതിൽ. അപ്പോൾ ഞാൻ ധാവണിയൊക്കെ എടുത്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇറങ്ങി അപ്പോൾ അവിടെ ഒരു പിടിയുമില്ല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അവിടെ പോയിട്ട് ചെയ്യാമെന്നുള്ളൊരു ഇതിലങ്ങനെ ഇറങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം. അങ്ങനെ അതിനോട് ചേർന്നിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അമ്പലവും പരിസരവും ചേർന്നിട്ട് കുറേ സ്കാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെയാണ് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. അതായത് വേറെ ഒന്നുമല്ല, നമ്മൾ ഇന്ന് പൈസ തട്ടാൻ വേണ്ടിയിട്ടും കുറേ പേരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഓരോ കച്ചവടക്കാരെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഒരു പാർട്ട്. പിന്നെ അത് എവിടെ പോയാലും ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ. അങ്ങനെ നമ്മൾ മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ച് തലയിലൊക്കെ വെച്ചതിന് ശേഷം പോയി. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ വണ്ടികൾ ഇങ്ങനെ ഇതുപോലെ പോകുന്നുണ്ട് ആളുകളെ കൊണ്ടുപോകാൻ കേട്ടോ. അതുതന്നെ വലിയൊരു ഉപകാരമാണ്. കാരണം അത്രയും ദൂരം ഒന്നും അറിയാണ്ട് നടക്കണേലും ഭേദം അങ്ങനെ വണ്ടിയിൽ നമുക്ക് കയറിപ്പോകും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കാവടിയെടുത്ത് കൊട്ടും ആളുകളുടെ ഡാൻസും അതിന് എന്തൊരു നേർച്ചയാണ്. നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. അപ്പോൾ അങ്ങനെ പോണ് കണ്ടു. അപ്പോൾ നമ്മുടെ കുഞ്ഞോട്ട് ഇതൊക്കെ അല്ലെങ്കിലേ പാട്ട് കേട്ട ഡാൻസ് കളിക്കുന്ന ആളാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ആൾ നല്ല വൈബിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളവിടെ പോയി നോക്കിയപ്പോൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് പുറത്തുനിന്ന് തന്നെ നമുക്ക് മുടി വെട്ടി അതിനുശേഷം അവിടെ തന്നെ തല കഴുകി ചന്ദനം തൊട്ട് നമുക്ക് മുകളിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ നമ്മൾ അവിടെ ഒരു സ്ഥലത്ത് ഇതുപോലെ കയറി. അപ്പോൾ ആദ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അവനൊരു കളിക്കോപ്പ് പോലെ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുത്തു. അപ്പോൾ ടോയ്സ് കിട്ടിയാൽ അടങ്ങിയിരുന്നോളൂ വെച്ചിട്ട്. അപ്പോൾ ചുറ്റുമുള്ള പിള്ളേരെല്ലാവരും കരച്ചിലാണ്. അപ്പോഴാണ് നമ്മുടെ കുഞ്ഞോട്ടെ നമ്മൾ അതിശയിപ്പിച്ച് കളഞ്ഞത്. ആശാൻ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഒരത്തിന് മുടി വെട്ടുന്ന ആൾക്ക് കാത്തൂനും വെച്ച് കൊടുത്തു. അപ്പോൾ പിന്നെ കാത്തും കണ്ട് മാമൻ്റെ മടിയിൽ ഇരുന്നിട്ടാണ്. അപ്പോൾ മാമനില്ലെങ്കിൽ അച്ഛൻ അങ്ങനെയാണ് മുടി വെട്ടണ്ടേന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ മാമൻ ഉള്ളതുകൊണ്ട് മാമൻ്റെ മടിയിൽ ഇരുന്നിട്ടാണ് മോൻ മുടി വെട്ടായിരുന്നത്. അപ്പോൾ ആൾ മാമൻ്റെ മടിയിൽ നിന്ന് സഹകരിച്ച് നല്ല കുട്ടിയായിട്ട് ഇരുന്ന് മുടിയൊക്കെ വെട്ടാൻ നമുക്ക് സഹകരണം ഉണ്ടായിട്ടാണ്. അപ്പോൾ ചുറ്റുമുള്ളവർക്കൊക്കെ അറിയുമ്പോൾ എനിക്ക് അതായിരുന്നു അതിശയം. ഇവന് മാത്രം എന്താ ആൾ ഭയങ്കര ഉഷാറായിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അതുതന്നെ വലിയ കാര്യമായിരുന്നു. നമുക്ക് മുടി വെട്ടാൻ കിട്ടിയ ചേട്ടനാണെങ്കിലും നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്തു കിട്ടാം. നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാന്ന് തോന്നി കണ്ടപ്പോൾ തന്നെ. അവനൊരു ഡിസ്റ്റർബൻസ് വരാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ നമുക്കത് കംപ്ലീറ്റ് ചെയ്ത് തന്നു. ഞാനത് സ്പീഡിലിട്ടുകൊണ്ടാട്ടോ ആൾ നല്ല രീതിയിലാട്ടോ നമുക്ക് ചെയ്തു തന്നത്. അപ്പോൾ നമ്മുടെ മോൻ ഒതുങ്ങിയിരിക്കാനും അപ്പോൾ എല്ലാം കൂടെ ആയിട്ട് ഭംഗിയായിട്ട് അതങ്ങനെ കഴിയാൻ ഉണ്ടായത്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചെറിയ പൊട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും അത് ഒരു വലിയ രീതിയിലുള്ള മോൻ കരച്ചിലും പിഴിച്ചിലും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതേ എഫേർട്ടൊന്നും ഇടേണ്ടി വന്നിട്ടില്ല ആളുടെ കാര്യത്തിൽ. മുടി പോകുമ്പോൾ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതിൽ നിന്ന് കുറച്ച് മുടി എൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് മോൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് അതിന്ന് ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തെങ്കിലും ഫ്രെയിം പോലെ എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ട്. ഫസ്റ്റ് ഹെയർ കട്ടല്ലേ, അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് മുടി അതിൽ നിന്ന് എടുത്ത് അപ്പോൾ ആളിനെ നമുക്ക് തന്നു കേട്ടോ അത് വെട്ടിയതിന് ശേഷം. അപ്പോൾ അതൊക്കെ എടുത്തു. ആളങ്ങനെ മുട്ടക്കുട്ടനായി. അപ്പോൾ മുട്ടടിച്ചപ്പോൾ ഇത്തിരി കൂടെ നല്ല വേറൊരു മുഖച്ചായിലേക്ക് മാറിയ പോലെയായി. നല്ല ക്യൂട്ടായിട്ട് ഇരുന്നു. അപ്പോൾ ആൾ മുടിയൊക്കെ വെട്ടിയതിന് ശേഷം തലയമൊക്കെ തൊടുന്നുണ്ട് കേട്ടോ. ആൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. പിന്നെ ആളിങ്ങനെ ഒതുങ്ങിയിരുന്നതുകൊണ്ട്
വേറെ വാശിയോ കരച്ചിലോ ഒന്നും തന്നെ ഉണ്ടായില്ല. അങ്ങനെ നമ്മൾ അവിടെ തന്നെ നമുക്ക് മുട്ടടിച്ചതിന് ശേഷം തല കഴുകാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ഒക്കെ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അവിടെ നമ്മൾ പോയി ഇത് കഴിഞ്ഞ് മുടി മുട്ടടിച്ചതിന് ശേഷം അവിടെ പോയി കഴുകി തലയൊക്കെ കഴുകി പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇതാണ് പഴനിമല. ഇവിടെ നിന്നുള്ള അടിയിൽ നിന്നുള്ള വ്യൂ ആണ് ഇട്ടത്. അപ്പോൾ അവൻ്റെ അച്ഛൻ നമുക്ക് ചന്ദനം വാങ്ങിക്കാൻ വേണ്ടി പോയേക്കാണ്. അപ്പോൾ ഇതാണ് സ്ഥലം, സൗജന്യ മുണ്ടന കേന്ദ്രം എന്ന് പറഞ്ഞിട്ട്. നമുക്കിവിടെ മുടി വെട്ടിയതിന് ശേഷം മുടി വെട്ടിയ ആൾക്ക് ദക്ഷിണ പോലെ എന്തെങ്കിലും കൊടുക്കുക, അങ്ങനെയാണ്. എന്നിട്ട് പുറത്തുനിന്ന് ചന്ദനം വാങ്ങിച്ച് വെള്ളത്തിൽ ചാലിച്ച് അച്ഛൻ തലയിലൊക്കെ തേച്ച് കൊടുത്തു. അപ്പം മുട്ടക്കുട്ടിയുടെ തലയിലൊക്കെ ചന്ദനം തേച്ച് അതിനൊക്കെ നന്നായി സഹകരിച്ച് തന്നു കേട്ടോ. അങ്ങനെ ആൾ ഉഷാറായിട്ട് തന്നെയായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ റോട്ട് കൂടെ ഇങ്ങനെ നേർച്ചകൾ പോലെ ഇങ്ങനെ കാവടി എടുത്ത ആളുകൾ പോകുമ്പോൾ ആ സൗണ്ട് കേൾക്കുമ്പോൾ ആൾ ഭയങ്കര ഉഷാറായിട്ട് ഡാൻസുകൾ തന്നെയാണ്. അങ്ങനെ എത്തണ വരെ അത് തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇനി നമ്മൾ ഒരു ബഗ്ഗി പോലെയുള്ള വണ്ടികളിൽ കയറിയിട്ട് നമ്മൾ പോവുകയാണ് ചെയ്യണത്. അപ്പോൾ 2 മെത്തേഡിലാണ് മുകളിലേക്ക് കയറാൻ പറ്റും. ഒന്ന് പിന്നെ സാധാ നടക്കില്ല, അതല്ലാതെ ട്രെയിനും പിന്നുള്ളത് റോപ്പാണ്. അപ്പം നമ്മൾ ആദ്യം റോപ്പിൻ്റെ അവിടേക്കാണ് പോയത്. റോപ്പിൻ്റെ അവിടേക്ക് ഇതുപോലെ വണ്ടികളിൽ കയറിപ്പോയി. റോപ്പിലെത്തിയപ്പോഴാണ് കണ്ടത് അവിടെ 4 മണിക്കൂർ എടുക്കും, വെയിറ്റ് ചെയ്യേണ്ടി വരും നമ്മൾ മുകളിലേക്ക് എത്താൻ. അപ്പോൾ നമ്മൾ വീണ്ടും അവിടെ നിന്ന് ട്രെയിൻ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ട്രെയിനിൻ്റെ അവിടേക്ക് വീണ്ടും അവിടെ നിന്ന് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെയാണെങ്കിൽ 3 മണിക്കൂർ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഓക്കെ എന്നാൽ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാം എന്നുള്ളൊരു ഇതെത്തി. അങ്ങനെ നമ്മളവിടെ ഒരു 2-2.5 മണിക്കൂറോളം പോസ്റ്റായി ആ വരിയിൽ നിന്ന് ആകെ ആവശ്യമായിട്ടോ. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ ഈ വരികളിൽ നിൽക്കുമ്പോൾ കുരങ്ങന്മാരുടെ ശല്യം അത് അതിനും വലിയ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ശല്യങ്ങളാണ്. ഈ ട്രെയിനിൻ്റെ ക്യൂ ആണെങ്കിൽ അത്യാവശ്യം വലിയൊരു ക്യൂ തന്നെയായിരുന്നു. അങ്ങനെ നമ്മുടെ മുന്നിലുണ്ടായിരുന്ന ഒരു ആന്ധ്ര ഫാമിലി, അവരുടെ മകള് തലചുറ്റി വീഴുകളൊക്കെ ഉണ്ടായി. അങ്ങനെ അവസാനം കാത്തിരുന്ന് ട്രെയിനിൽ കയറി നമ്മൾ മുകളിലേക്ക് എത്തി. അവിടെ വേറൊരു ലോകമാണ്. അത് അത്രയും ഭയങ്കര ഒരു ബ്ലെസ്സിങ്ങോട് കൂടിയിട്ട് ഉള്ളൊരു അന്തരീക്ഷമായിട്ടോ അത്. അങ്ങനെ അവിടെ പോയി ഭഗവാനെ കണ്ട് തൊഴുത് നമ്മൾ ഒരുപാട് നേരം അവിടെയും ക്യൂ നിൽക്കേണ്ടൊക്കെ വന്നു. അവിടെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കണ്ടായിരുന്നു. 150 രൂപ ആണ് ഒരു ഫോട്ടോ എടുക്കാൻ. അപ്പോൾ നമ്മൾ എല്ലാവരെയും കൂടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അന്ന് വൈകിട്ട് അങ്ങനെ രാത്രിയോടുകൂടി ഇറങ്ങാനുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കുഞ്ഞുട്ടിൻ്റെ കുഞ്ഞൊരു മുട്ടടിക്കൽ യാത്ര. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും വരാം.